CPM ഇതെങ്ങനെയെങ്കിലും CITU ഇതെങ്ങനെയെങ്കിലും ഈ സമരക്കാരെ ഡീഫെയിം ചെയ്ത് അവരെ സമരം ഇല്ലാതാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. വിനു, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് എളമരം കരീം കൊടുത്ത അഫിഡവിറ്റ് ഞാനൊന്ന് എടുത്തു വെച്ച് നോക്കി. 1,14,00,000 അദ്ദേഹത്തിൻ്റെ ആസ്തി. അപ്പോൾ 1,14,00,000 ആസ്തിയുള്ള CITUവിൻ്റെ ദേശീയ നേതാവിന് 283 രൂപ മാത്രം ദിവസക്കൂലി വാങ്ങിക്കുന്ന 283 രൂപ എന്ന് പറഞ്ഞാൽ 2 കിലോ അരിയും 2 കവർ പാലും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയും മാത്രമേ ഇന്നത്തെ ഇൻഫ്ലേഷനിൽ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മാത്രം 283 രൂപ മാത്രം ദിവസക്കൂലി ലഭിക്കുന്ന ഈ ആശാ വർക്കർമാരോട് പുച്ഛം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ് വിനു. അത് തികച്ചും സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ പെൻഷൻ കൂടി ഒന്ന് നോക്കണം. MLA പെൻഷൻ, MP പെൻഷൻ, മന്ത്രിയും MLAയും MPയും ഒക്കെ ആണ്. അതെല്ലാം കൂടി ചേർത്തിട്ട് 1,14,623 രൂപ എങ്ങാണ്ട് ചേർത്ത് ഇലക്ഷൻ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കോടിയുള്ള ട്രേഡ് യൂണിയൻ ആസ്തിയുള്ള ട്രേഡ് യൂണിയൻ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ 283 രൂപ മാത്രം ദിവസക്കൂലി വാങ്ങിക്കുന്ന ആശാ വർക്കർമാരോട് പുച്ഛം തോന്നും. ഇനി ആ ലേഖനത്തിലേക്ക് വരാം വിനു. ആ ലേഖനത്തിലുണ്ടല്ലോ, ലേഖനത്തിൻ്റെ ഹെഡിങ് വിനു വായിച്ചതാണ്, സമര നാടകം. ഈ സമരത്തിനെയൊക്കെ നാടകം എന്നൊക്കെ പറയുന്നത് ഈ മുതലാളിമാരുടെ ഭാഷയാണ്. ആ മുതലാളിമാരുടെ ഭാഷയാണ് ഇന്ത്യയിലെ വലിയ ട്രേഡ് യൂണിയൻ അവകാശപ്പെടുന്ന ട്രേഡ് യൂണിയൻ്റെ CITUവിൻ്റെ ദേശീയ നേതാവായ എളമരം കരീം ഒരു ലേഖനം എഴുതിയപ്പോൾ ഏത് സമരമാണ്? പണിയെടുത്ത 3 മാസം പണിയെടുത്തതിൻ്റെ പൈസ തന്നിട്ടില്ല. ആ പൈസ താന്ന് പറഞ്ഞ് നടത്തുന്ന സമരമാണ്. ആ സമരത്തിനെയാണ് മുതലാളിമാരുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമര നാടകമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പിന്നെ CITUവിനെ കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല. കാരണം CITU കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഒരു സമരവും ചെയ്തിട്ടില്ല ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ തൊഴിലാളി വിരുദ്ധ നടപടികൾ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ 10 കൊല്ലത്തിൽ ലേബർ ലോ 40 ലേബർ നിയമങ്ങൾ വെട്ടിച്ചുരുക്കി 4 ലേബർ കോഡാക്കി മാറ്റിയ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഒരു സമരവും CITU ചെയ്തിട്ടില്ല. CITU അവസാനം ചെയ്തിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ മാരുതി ഹരിയാന ഫാക്ടറിയിൽ ചെയ്ത സമരം. അതും ആ സമരം AITUC HMS നടത്തിയപ്പോൾ ആ കൂടത്തിൽ പോയി കയറി നിന്നെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ CITUവിന് സമരം ചെയ്തിട്ടുള്ള പാരമ്പര്യമൊന്നുമില്ല. അതുകൊണ്ട് സമര നാടകം എന്ന് പറയുന്നതിൻ്റെ അകത്തും അതിശയോക്തിയൊന്നും വേണ്ട. പിന്നെ അടുത്ത ലൈൻ അദ്ദേഹത്തിൻ്റെ ഞാനൊരു ലൈൻ, ഏതാനും ആശാമാർ മാത്രമാണ് സമരം ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഏതാനും എന്ന് പറഞ്ഞ് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കിതിനെ ഇഗ്നോർ ചെയ്ത് കളയാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഈ ഏതാനും ആശാമാരാണ് സമരം ചെയ്തെന്നുണ്ടെങ്കിൽ എളമരം കരീമിനോട് ആ റഷ്യൻ വിപ്ലവം ഒന്ന് എടുത്തു വെച്ച് വായിക്കാൻ പറയണം. 1917 റഷ്യൻ വിപ്ലവത്തിൽ പെട്രോഗ്രാഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ USSR അന്നത്തെ റഷ്യയുടെ തലസ്ഥാനമായിരുന്ന പെട്രോഗ്രാഡിൽ മെറ്റൽ വർക്കേഴ്സ് തുടങ്ങിയതാണ് റഷ്യൻ വിപ്ലവം. അതൊന്നുകൂടെ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏതാനും മെറ്റൽ വർക്കേഴ്സ് തുടങ്ങിയതാണ് റഷ്യൻ വിപ്ലവം. ഇനി അത് പോട്ടെ, 2024-25 നമുക്ക് വരാം. ആ തമിഴ്നാട്ടിലെ സാംസങ്ങിൻ്റെ ഫാക്ടറിയിൽ ചെന്നൈയിൽ CITUക്കാർ സമരം നടത്തുന്നുണ്ട്. MK സ്റ്റാലിന് ഇത് തന്നെയാണ് പറയുന്നത്, ഏതാനും CITUക്കാരാണ് അവിടെ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് എണ്ണം പറഞ്ഞിട്ട് ഒരു സമരത്തിനെ പിന്തള്ളിക്കളയാം അല്ലെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാമെന്ന് പറയുന്നത് വളരെ മോശമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയ വോട്ടിൻ്റെ 1.77% മാത്രം വോട്ട് കിട്ടിയ ഒരു പാർട്ടിയാണ് ഇവിടെ 3 മാസം ശമ്പളം കിട്ടാഞ്ഞിട്ട് സമരത്തിന് വേണ്ടിയിട്ട് 10-15 ദിവസമായിട്ട് ഇവിടെ സമരം ചെയ്യുന്ന ആൾക്കാരോട് എണ്ണ എടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വിനു, അടുത്ത വാക്ക് പുള്ളി അദ്ദേഹം ഉദ്ദേശിച്ചത് പെമ്പിള ഒരുമയെക്കുറിച്ചാണ്. അതിപ്പോൾ പെമ്പിള ഒരുമയ സമരം വിജയം തന്നെയല്ലായിരുന്നോ? അവർ ചോദിച്ച കൂലി അവർ വാങ്ങിച്ചെടുത്തില്ല. അവർ 20% ഹൈക്കായിരുന്നു ചോദിച്ചത്, അത് വാങ്ങിച്ചെടുത്തു. പിന്നെ പാർട്ടി രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്നതും പാർട്ടി പിളർന്നപ്പോൾ ഇറങ്ങിപ്പോയതുമായ VS അച്യുതാനന്ദൻ ഈ പെമ്പിള ഒരുമയ സമരത്തിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് ആ സമരത്തിന് ഇത്ര കളിയാക്കാൻ എന്താ ഇരിക്കുന്നത്? ലോകത്തിലുള്ള എല്ലാ സമരങ്ങളും ഈ CITUവിൻ്റെ കീഴിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കീഴിലോ അല്ലെങ്കിൽ BJPയുടെ കീഴിലോ ഒന്നും ഉണ്ടായിട്ടൊന്നുള്ളതൊന്നുമല്ല. അടിസ്ഥാനപരമായിട്ട് വിക്ടിമൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ തെരുവിലിറങ്ങും, ആ സമരം സ്നോബോൾ ചെയ്യും, ആ സമരം വിജയം കാണുകയും ചെയ്യും. അതിനോടൊപ്പം ജനവും മാധ്യമങ്ങളും നിൽക്കുകയും ചെയ്യും. പിന്നെ അദ്ദേഹം അടുത്ത വാക്ക് ഇന്ന് പത്രസമ്മേളനം നടത്തിയ പത്രക്കാരോട് പറയുന്ന പാട്ട കുലിക്കുന്നവരാണെന്ന്. ശരിയാണ്, ഇവർ പാട്ട കുലുക്കുന്നവരാണ്. കാരണം ഇവരുടെ അടുക്കൽ ക്രഷർ യൂണിറ്റുകാരോ സ്വർണ്ണക്കടക്കാരോ അല്ലെങ്കിൽ കരിമണൽ ഖനനം ചെയ്യുന്ന ഏതെങ്കിലും കർത്തന്മാരോ ഇലക്ഷൻ കമ്മീഷനിൽ പോലും കാണിക്കുന്ന അഫിഡവിറ്റി കാണിക്കുന്ന പൈസ കൊടുക്കുന്ന ലക്ഷക്കണക്കിന് പൈസ കൊടുക്കുന്നവരാരും SUCAയുടെ കൂട്ടത്തിലില്ലെന്നേ, പാട്ട കുലുക്കുന്നവരുടെ കൂട്ടത്തിലില്ലെന്നേ. ആ പാട്ട കുലുക്കുന്നവർക്കെല്ലാം ഇവർ അപ്പുറത്തെ ചേരിയിലുള്ള മുതലാളിമാരാണെന്നേ. സ്വർണ്ണക്കടക്കാരും
കരിമണൽ കടത്തുന്നവരും കരിമണൽ ഖനനം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഈ ബാർ മുതലാളിമാരും ഹോട്ടൽ മുതലാളിമാരും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ ക്രഷർ യൂണിറ്റുകാരും. അതുകൊണ്ട് ഇവർ ചിലപ്പം പാട്ട കുലുക്കുന്നേ, ജനത്തിനെടുക്കുന്ന പൈസ എടുത്തിട്ടേ സമരം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവരെ പോലെ പൈസ പുറത്തുനിന്ന് ഇങ്ങനെ കരിമണൽ കറുത്തയൊക്കെ പുള്ളിക്കും പുള്ളിയുടെ പാർട്ടിക്കും പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ മാക്കും ഒക്കെ കൊടുക്കുമെന്നുണ്ടെങ്കിൽ അവർക്ക് പാട്ട കുലുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്ക് ആശ അംഗനവാടി തൊഴിലാളികളെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളായിട്ട് പരിഗണിച്ചിട്ടില്ലെന്ന്. ഈ തൊഴിലാളി എന്നുള്ള വാക്ക് പുള്ളി കോട്ട് അൺകോട്ടില്ല വളരെ കൃത്യമായിട്ട് സേഫ് സൈഡിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. നാണമില്ലേ ഇളമരം കരിയമ്മന്? ആശ അംഗനവാടി ഈ ജീവനക്കാരെ തൊഴിലാളികളായിട്ട് കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തണം, സമരം നടത്തണം. ഇനി പോട്ടെ, അതും പോട്ടെ. ലേബർ ലോ എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ട ഒരു സാധനമാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്താം. ഇവിടെ UGCക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്നുണ്ടല്ലോ, ഇവിടെ NRCക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്നുണ്ടല്ലോ, ഇൻ്റർനെറ്റ് അവകാശമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, പ്രമേയമൊക്കെ പാസ്സാക്കി. എന്ന് പറഞ്ഞ പോലെ ഈ ആശ അംഗനവാടി ജീവനക്കാരെ തൊഴിലാളിയാണെന്ന് പ്രഖ്യാപിച്ച് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി ലേബർ ലോയിൽ മാറ്റം വരുത്തി അവരെ തൊഴിലാളികളായിട്ട് ഡിഗ്നിറ്റിയുള്ള തൊഴിലാളികളായിട്ട് അവരെ മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ പറയണം കേരളം ഒന്നാമത്